സെക്രട്ടേറിയറ്റിന് മുന്നിൽ CITUവിൻ്റെ ഒരു സമരം നടക്കണം. പാചക തൊഴിലാളികളാണ്. അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സർക്കാരിനെതിരെ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ശരിക്കും എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി തരണം. ശമ്പളം 600 രൂപയേ ഉള്ളൂ ഒരു ദിവസം. അതും ചെയ്യണ ദിവസത്തെ പൈസ ഞങ്ങൾക്ക് ഉള്ളു. 1000 രൂപ കൂട്ടി തരാന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. ഇപ്പൊ 3 മാസമായി ശമ്പളം തരണില്ല. അപ്പൊ അത് നമുക്ക് മുടങ്ങിക്കിടക്കും. നമുക്ക് പട്ടിണിയായിട്ടാണ് ഞങ്ങൾ കിടക്കണത്. ഞങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതിഫലം തരണം സർക്കാർ. പിന്നെ 250 കുട്ടികൾക്ക് ഒരാളിനാക്കണം. 250 കുട്ടികൾക്ക് ഒരാളിനാക്കണം. ഇപ്പൊ 500 രണ്ടുപേരാക്കണം. 2 എടുക്കുള്ളൂ. 250 പേർക്ക് ഒരാളെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതൊരിക്കലും നമുക്ക് ആക്കിയിട്ട് വളരെ കഷ്ടമാണ്. കഷ്ടപ്പെട്ടുള്ള ജോലിയാണ്. നമ്മൾ ജോലി ചെയ്താൽ ശമ്പളവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതൊക്കെ നിർത്തലാക്കി നമുക്ക് ശമ്പളം കിട്ടണം. ഈ ഒരു വിഷയം ശ്രദ്ധപ്പെടുത്തിയിരുന്നു നമ്മള് കൂടെ സമരം അധികാരപ്പെടുത്തിക്കൊണ്ടിരിക്കുക തന്നെ. ഒരു മറുപടി അറിയാനില്ല. തരാം എന്ന് പറയും. കേന്ദ്ര ഗവൺമെന്റ് എത്ര കാലം നമ്മളിപ്പോ കയറിയിട്ട് തന്നെ 10-24 വർഷമായി. 35 വർഷമായവരുണ്ട്, 24 വർഷമായവരുണ്ട്. പോകാൻ പറ്റില്ല, പിള്ളേരെ പട്ടിണി ഇടാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യം ഇവിടെ നിവേദനം കൊടുത്തിട്ട് പോലും ഒന്നും നടക്കണില്ല. ശമ്പളം തരും, പക്ഷേ ഒരു 1000 രൂപ പിടിച്ചിട്ടിട്ടാണ് തരുന്നത്. നമുക്ക് മൊത്തം ശമ്പളം കിട്ടണം. 3 മാസം ആവാൻ പോണു ശമ്പളം കിട്ടിയിട്ട്. നമ്മൾ ഇറങ്ങി പോണം, അത്രേ ഉള്ളൂ. നമുക്ക് ഒരു ആനുകൂല്യം സംസ്ഥാന ഗവൺമെന്റ് നമ്മളെ കയ്യിൽ നിന്ന് ഒരു ഇൻഷുറൻസ് ഒന്നുമില്ല. കഴിഞ്ഞ കാലം വരെ അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഡൽഹി വരെ പോയി നമ്മുടെ സർക്കാരിന്റെ കാലത്ത് പോയ, എന്നിട്ട് പോലും ഒരു ആനുകൂല്യം തരണം. മോദി നമുക്ക് പൈസ തരണില്ല. അവര് പൈസ പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഇപ്പൊ 4 മാസത്തിലാണ് 1 മാസത്തെ ശമ്പളം നമുക്ക് തന്നത്. നമ്മൾ വളരെ ബുദ്ധിമുട്ടായോണ്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെല്ലാം ആരോഗ്യം. പണ്ട് ഞങ്ങൾ പുക അടുപ്പായിരുന്നു, ഇപ്പോഴാണ് ഗ്യാസ് അടുപ്പ് വന്നത്. അപ്പൊ അത്രയും ഞങ്ങൾ ആരോഗ്യം എല്ലാം പോയി, കണ്ണെല്ലാം പോയി. അത്രയും കഷ്ടപ്പെട്ടിട്ടും നമുക്ക് ഒരു ഇത് അവര് തരുന്നില്ല. എന്താണ് ഒരു പൈസ പാചക തൊഴിലാളിയാകുമ്പോ എന്തൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ആരോഗ്യങ്ങളുണ്ട്. കാലിന്റെ മുട്ടുവേദനയും ഉള്ളു. നമുക്ക് ബുദ്ധിമുട്ടേ ഉള്ളു. നമുക്ക് കാല് വയ്യ, കൈ വയ്യ, എന്റെ കണ്ണു വരെയൊക്കെ ചാടിച്ചു പോയി അവിടെ പാചകത്തിന്. ഈ ശമ്പളത്തിൽ നിന്നാണ് ആശുപത്രി പോകാനുള്ളത്. അല്ലാതെ അവര് ഒരാനുകൂല്യം അത് ചെയ്യണ ദിവസത്തെ പൈസ ഒരു ദിവസം 600 രൂപ. ആ ശനി ഞായർ അങ്ങനെ ഒന്നുമില്ല. എന്നാണ് അവധി വന്നെങ്കിൽ അവധിക്ക് ശമ്പളം. നമുക്ക് എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒന്നും തരണില്ല. നമുക്ക് സർക്കാർ എത്ര ഇത് കണ്ടും കൊണ്ട് നമുക്കൊരു നടപടി എടുത്ത് തന്നാൽ നമുക്ക് അത്രയും നല്ലത്. ഇത്രേ വയസ്സായ അമ്മമാർ വരെ ഇവിടെ ഇതിൽ കിടന്ന് കഷ്ടപ്പെടണം. അവര് പുകയും കൊണ്ട് ഇപ്പോഴാണ് ഗ്യാസ് അടുപ്പ് വന്നത്. അപ്പൊ അത്രയും അവരിത് നമുക്കൊരു പരിഗണന തന്നാൽ വലിയ ഉപകാരമാകും.